പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമാകുന്നു. ഇറാന്റെ ഉള്ളിലേക്ക് കടന്ന് മാരകമായ വ്യോമാക്രമണം നടത്തിയ അമേരിക്ക 7 ഇറാനിയൻ സൈനികരും 30 സിവിലിയൻസും കൊല്ലപ്പെട്ടതായിട്ടാണ് വാർത്തകൾ പുറത്തുവരുന്നത്. ഇതിനു പുറമെ തന്നെ ഇറാനിലെ സൈനിക കേന്ദ്രത്തിന് നേരെ US തൊടുത്തുവിട്ട 13 മിസൈലുകൾ പതിച്ചുകൊണ്ട് 7 ഇറാനിയൻ സൈനികർ കൊല്ലപ്പെട്ടു. ഗസ്റ്റ് ഹൗസ്, അതേപോലെ ഗാർഡ് പോസ്റ്റുകൾ, താമസ സ്ഥലങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടുകൊണ്ടാണ് US ആക്രമണം നടത്തിയത്. ഇറാനിലെ തെക്കൻ മേഖലയിൽ അമേരിക്ക നടത്തിയ തുടർച്ചയായ ആക്രമണങ്ങളിൽ 30 സിവിലിയൻസ് കൊല്ലപ്പെട്ടതായി ഇവിടെ വ്യക്തമാക്കുകയും 260ഓളം പേർക്ക് പരിക്കേറ്റതായും ഔദ്യോഗിക റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. ആക്രമണത്തെ അവിടെ ഭീരുത്വപരമായ അതിക്രമം എന്നതാണ് വിശേഷിപ്പിച്ച ഇറാനിയൻ സൈന്യം ഇതിന് ഉചിതമായ സമയത്ത് തന്നെ ശക്തമായ തിരിച്ചടി നൽകുമെന്ന പ്രഖ്യാപനമാണ് നടത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ തിരിച്ചടിയുടെ ഭാഗമായി തന്നെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ആകട്ടെ പ്രത്യാക്രമണം നടത്തിയിരിക്കുകയാണ്. ബഹ്റൈൻ, കുവൈറ്റ്, ജോർദാൻ എന്നിവിടങ്ങളിൽ തന്നെ US സൈനിക താവളങ്ങളാണ് പ്രധാനമായും ആക്രമിക്കപ്പെട്ടത്. ആക്രമണത്തിൽ US ഫ്ലീറ്റിൽ വലിയ നാശനഷ്ടങ്ങൾ വരുത്താൻ തങ്ങൾക്ക് കഴിഞ്ഞുവെന്നും IRGC അവകാശപ്പെട്ടിട്ടുണ്ട്. ഇതിനിടെ തന്നെ ഇറാനിലെ സിവിലിയൻ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള US ആക്രമണം യുദ്ധക്കുറ്റം എന്നതാണ് ഇറാനിലെ UN പ്രതിനിധി അമീർ സെയ്ദ് ഇവാനി ആകട്ടെ UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്രസിന് നൽകിയ കത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം ഇറാനെതിരായ സൈനിക നടപടികൾ തുടരുമെന്നും നിലപാടിലാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഞാൻ മതി എന്ന് പറയുന്നതുവരെ ആക്രമണങ്ങൾ തുടരുമെന്നും മുന്നറിയിപ്പ് നൽകിയതായി തന്നെ ട്രംപ് വ്യക്തമാക്കുന്നുണ്ട്. ഇറാനിലെ വൈദ്യുത നിലയങ്ങളും പാലങ്ങളും ഉൾപ്പെടെയുള്ള നിർണായക അടിസ്ഥാന സൗകര്യങ്ങൾ ആക്രമണ ലക്ഷ്യമായിരിക്കുമെന്നും വ്യക്തമാക്കുന്നുണ്ട്. ഇരുപക്ഷവും തമ്മിലുള്ള ആക്രമണ മേഖലയിലെ സംഘർഷം അതീവ ഗുരുതരമായ സാഹചര്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നും നിലവിൽ ഹോർമൂസ് കടലിടുക്കിൽ US സൈന്യം ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അമേരിക്കയുമായുള്ള ഇടക്കാല ധാരണ അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇറാൻ പാർലമെന്റിലെ ഭൂരിപക്ഷം MPമാരും 290 അംഗങ്ങളുള്ള ഇറാൻ പാർലമെന്റിലെ 180 MPമാർ അമേരിക്കയുമായുള്ള ധാരണാപത്രം അവസാനിപ്പിച്ചതായി തന്നെ പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രസ്താവന പുറത്തിറക്കിയിട്ടുണ്ട്. പ്രതികാര നടപടികൾ ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് എന്ന അനിവാര്യതയും ഈ പ്രസ്താവനയിൽ MPമാർ ചൂണ്ടിക്കാണിക്കുകയും കൂടാതെ തന്നെ ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണവും ഭരണവും ഇറാന്റെ നിബന്ധനകൾക്ക് അനുസൃതമായി തന്നെ നടപ്പിലാക്കുന്നതിനുള്ള പുതിയ നിയമനിർമ്മാണം പാസാക്കണമെന്നും അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല രക്തസാക്ഷികളുടെ ത്യാഗത്തിന് പ്രതികാരം ചെയ്യുമെന്ന പ്രതിജ്ഞയോടുകൂടി തന്നെ മുന്നോട്ട് പോകുകയും അതിനായി തന്നെ ആവശ്യമായ പരിശ്രമങ്ങളിലും ആസൂത്രണങ്ങളിലും പ്രവർത്തനങ്ങളിലും ഒരു നിമിഷവും വീഴ്ച വരുത്തില്ല എന്നതാണ് MPമാർ പുറത്തിറക്കിയ പ്രസ്താവനയിൽ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നതായി വ്യക്തമാക്കുന്നത്. പ്രതിരോധ സംവിധാനം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണവും ഭരണവും സംബന്ധിച്ചുകൊണ്ട് നിയമം പാസാക്കുന്നതിലും പാർലമെന്റ് മുൻഗണന നൽകുമെന്നതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഇറാനിൽ ശക്തമായ വ്യോമാക്രമണം നടത്തിക്കൊണ്ട് അമേരിക്ക രംഗത്ത് വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.